എന്തോ കൺഫ്യൂഷനില്. ബ്രോ, നമുക്ക് ആ കാറ് ഫോളോ ചെയ്യാം. എന്ത് ഫോളോ ചെയ്യാനാ? നീ ചെയ്ത പെർഫോമൻസിന് ഫോളോ ചെയ്ത ഡൗട്ട് തോന്നും. പിന്നെ എന്താ ബ്രോ ചെയ്യാ? AP07 PP7777. ഈ കാറിന്റെ ഓണറെ കണ്ടുപിടിച്ച സ്വാതിയെ കൊന്നത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. AP07 BP7777 ഫാൻസി. ഈ കാർ നമ്പർ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ആ ഫാൻസി നമ്പർ 7777. അതല്ല. വൈറ്റ് ഓഡി 7777. വൈറ്റ് ഓഡി 7777. അടുത്ത് തന്നെ ഒരു വൈറ്റ് ഓഡി കാർ നമ്പർ 7777. ശ്രീനിവാസൻ സ്വാതിയെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവർ രണ്ടുപേർക്കിടയിൽ റിവേഴ്സ് പോയ കാർ അതാണ്. ഗാഡ് മസ്റ്റ് ബി ക്രേസി ബ്രോ. B57 പില്ലറിന്റെ അടുത്ത് ഹീറോയെ വെച്ച് ഹീറോയിനെയും വെച്ച് നടുവിൽ വില്ലനെയും വെച്ചു. പിന്നെ നിന്റെ ലൈഫിൽ വില്ലൻ എവിടെ വെച്ചു? TS09AA9999 ബ്ലാക്ക് ബെൻസ് കാർ. ഞാൻ ജോനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ റിവേഴ്സ് പോയ കാർ അതാണ്. അപ്പോ ജോയെ കൊല്ലാൻ പോകുന്നത് ആ ബ്ലാക്ക് കാർ ഓണറാണ്. ഞാൻ അധികം സംസാരിക്കാറില്ല. മറ്റുള്ളവർ സംസാരിക്കണം എനിക്ക് ഇഷ്ടമല്ല. ബാബാ സിംഗ് മൻമോഹൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോണ്ട് പോ സാറേ, മേലെ വിളിച്ചോണ്ട് പോടാ. ഇതെന്തൊരു അയ്യേ അയ്യേ സ്വഭാവം. ഞാൻ വരാന്ന്. ഈ രണ്ട് കാറിന്റെ അഡ്രസ് വാങ്ങിച്ചിട്ട് പോവാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, എന്തിനാ ഈ കാശ്? ഏത് അഡ്രസിന്റെ കാര്യം? എന്താ കൈകൂല? അല്ല, എന്റെ കയ്യിലാണ് ഈ അഡ്രസ്സൊക്കെ ഇരിക്കണത്. അല്ല, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? ഞാൻ അധികം സംസാരിക്കില്ല. അധികം സംസാരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ ബാബയുടെ ശിഷ്യ തന്നെയാ. ഇപ്പോൾ മനസ്സിലായി എനിക്ക്. തൽക്കാലം താനോടെ പോയിരിക്കുക. ഇനി എത്ര ബുദ്ധിമുട്ടിയാലും ശരി, ഞാൻ ഈ അഡ്രസ്സുമായിട്ട് വരാം. അപ്പോ 510 സ്വാതി നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലേ? പ്രേതവും മറ്റോ ആണോ? ആയിരിക്കും. ജീവനുണ്ടായിരുന്നപ്പോ തന്നെ ഭർത്താവിനെ യക്ഷിയെ പോലെ പേടിപ്പിച്ചോളാം. എന്ത്? ആ 520 പങ്കജാക്ഷി പറഞ്ഞു ഭർത്താവിന് ടോർച്ചർ ആയിരുന്നെന്ന്. അവനാണെങ്കി ബാഹുബലിലെ ബല്ലാൽദേവനെ പോലെ ഇത്ര പൊക്കൊണ്ട്. എന്ത് പ്രയോജനം? ഭാര്യ അടക്കാൻ അറിയില്ലല്ലോ. ഡെയിലി അവനെ കുടിച്ചോണ്ട് വന്ന് അവളെ തല്ലാറുള്ളത്. മറ്റൊരുത്തിനോടൊപ്പം അഫയർ ഉണ്ടെന്ന് അറിഞ്ഞ അടിക്കാതെ കമോൺ എൻകറേജ് ചെയ്യോ? ഷട്ടപ്പ്. അവൾ അങ്ങനത്തെ ആളല്ല. പിന്നെ ഞങ്ങൾക്കറിയില്ലേ, ഭർത്താവിനെ ഉറക്കിക്കെടുത്തിട്ട് വീഡിയോ കോൾ ചെയ്യുക, മെയിലിൽ കൂടെ ഉമ്മ കൊടുക്കുക. ഇതും 521 പങ്കജാക്ഷി പറഞ്ഞതാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഉണ്ട്. ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാ ഞാനും അവളും ഒന്നാണെന്നോ? അപ്പോ മെയിലിൽ കൂടെ അവളെ ഉമ്മ ആർക്കാ കൊടുത്തത്? അവളുടെ മെയിൽ ഐ ഡി നിനക്കറിയോ? മെയിൽ ഐ ഡി ഉണ്ട്, പക്ഷെ പാസ്വേഡ് ഹാക്ക് ചെയ്താലോ? ആവശ്യമില്ല. ഫർഗോട്ട് പാസ്വേഡ് കൊടുത്താ മിനിമം 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ മെയിൽ ഓപ്പൺ ആവും. അത്ര എളുപ്പമൊന്നുമല്ല. അത് അവള് വെച്ചിരുന്ന സെക്യൂരിറ്റി പേഴ്സണൽ ക്വസ്റ്റ്യൻസാ. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളെങ്ങനെ അറിയാനാ? എനിക്കറിയാൻ പറ്റും. അറിയാൻ പറ്റുമെന്നോ? എങ്ങനെ? ആ 510 സ്വാതിയുടെ പ്രേതം ഇവിടെ ദേഹത്തെങ്ങാനും കേറിയോ? ഹൂ ഇസ് യുവർ റോൾ മോഡൽ? എന്റെ അറിവിലെ പഴയ സിനിമയിലെ ജയമാലിനി ആയിരിക്കും. അവരോടൊപ്പം പ്രേതമുണ്ട്. എന്റെ റോൾ മോഡൽ ഇസ് മൈ മദർ. നിന്റെതല്ല ചോദിച്ചത്, അവളുടെയാ.
യെസ്. എന്റെ അമ്മ ഇവള് കൊള്ളാലോ. Who's your favorite music director? ഇളയരാജ. Yes. Where did you first meet? In Orbit Mall. No. B57. Yes. മെയിൽ ഓപ്പൺ ആയി. എന്റെ ഭഗവാനെ, അല്ല, what happened? ഉറപ്പായും 510 സ്വാതിയ. What happened, സ്നിഗ്ധ? എന്തു പറ്റി? സ്നിഗ്ധ, come back here. സെന്റ് ബോക്സ്. ശ്രീനിവാസൻ മെയിൽ അയച്ചിട്ടുണ്ടോ? സിനു, എല്ലാം എന്റെ തെറ്റ്. ഒരു ഇൻസിഡന്റ് നമ്മുടെ ജീവിതം ആകെ തലകീഴാക്കി. എനിക്ക് ആ ഇൻസിഡന്റ് മറക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് ഡസന്റ് മീൻ ഐ ഡോണ്ട് ലവ് യു സീനു. ഐ ലവ് യു സോ മച്ച്. അങ്ങനെങ്കിൽ സ്വാതി ഉമ്മ വെച്ചത് അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. സാറേ, ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വണ്ടിയുടെ അഡ്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് നമ്പർ അത്? 7777. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ സ്വാതിയെ കൊന്നവന്റെയല്ലേ? കൊലപാതകം? എന്ത് കൊലപാതകം? കൊന്നവന്റെ അല്ല, സ്വാതി പറഞ്ഞവന്റെ നമ്പർ അല്ലേ? അല്ലേ ബാപ്പി? ഓ, പറഞ്ഞവന്റെ അല്ലേ? നിങ്ങൾ അഡ്രസ് പറ. ആ, പറയാം സാറേ. ഈ അഡ്രസ് അറിയാന്നാ കരുതിയേ? സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ദ ബെസ്റ്റ് ഒളിമ്പസ് ഹോസ്പിറ്റലിന്റെ MD ആയ TSS തരുൺ സാറിന്റെ ആണ്. എപ്പോഴും മരുന്ന് ചികിത്സയ്ക്കായിട്ട് ഇരിക്കണമെന്നല്ലാതെ പുള്ളിക്ക് പണത്തെ കുറിച്ച് ഒരു ചിന്തയില്ല. പുള്ളിക്ക് ഒരു ബിസിനസ് മൈൻഡ് ഇല്ല സാറേ. ബിസിനസ്സാണ്, ബിസിനസ് തന്നെയാണ്. 1000 കോടിയുടെ ഈട്, 100 കോടി പബ്ലിസിറ്റി, കോടികൾ കൈക്കൂലി, ലക്ഷങ്ങൾ ശമ്പളം, ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഫ്രീ ആയി സർവീസ് ചെയ്യാൻ ഞാൻ മഹാത്മാവൊന്നുമല്ല. ഇത് ഫ്രീ ഹോസ്പിറ്റലും അല്ല. ബിസിനസ്, ലാഭത്തിന് വേണ്ടി മാത്രമുള്ള ബിസിനസ്. നിങ്ങള് ഡോക്ടർ വിക്രം അല്ലേ? Yes, sir. ഈ മാസത്തെ ടാർഗറ്റ് കഴിഞ്ഞു? No, sir. I try my level best, but some patients were cured with basic medication. അതിരിക്കട്ടെ, നിങ്ങളുടെ നാട് എവിടെയാ? പാലക്കാടാ സാറേ, നിങ്ങളുടെ നാടാ? അവിടെ മലയാളം തന്നെയല്ലേ സംസാരിക്കുന്നേ? അതെ സാറേ. എന്നിട്ട് ഇവിടെ എന്ത് സംസാരിക്കാതെ? മാതൃഭാഷ എന്തോടെ കുറച്ചിലാണോ? അത് ഒരുപാട് പഠിച്ചതിന്റെ അഹങ്കാരോ? സോറി സാർ. ഇനി പറയൂ, ടാർഗറ്റ് എന്താ റീച്ച് ആവാത്തെ? അത് പിന്നെ സാറേ, ചില പേഷ്യൻസിനൊക്കെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ബേസിക് ട്രീറ്റ്മെന്റിൽ തന്നെ രോഗം മാറി. നോക്കനിയ, ജനങ്ങൾക്ക് ബേസിക് ട്രീറ്റ്മെന്റ് മതിയെങ്കിൽ റോഡ് സൈഡിലുള്ള RMBയിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ജീവന് വേണ്ടി കോടിക്കണക്കിന് ചിലവാക്കാനും റെഡി ആയതുകൊണ്ടാണ്. അവരുടെ പേടിയും സംശയവും നമ്മൾ വേണം കാശാക്കാൻ. അസുഖം കുറയ്ക്കാതെയും കൂട്ടാതെയും എഡ്ജിൽ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യണം. ഇരുന്നോ. അത്യാവശ്യം വന്നാൽ ആരാണെങ്കിലും അവനവന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കും. അതേസമയം രോഗം വന്നാൽ അടുത്തവന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കും. ഈ സിദ്ധാന്തമാണ് ഈ ഹോസ്പിറ്റലിന്റെ അടിസ്ഥാനം. നമസ്കാരം സാർ. സലാം അലൈക്കും സാബ്. ഇതാ ഡിസ്ക്. അവനെത്തിയോ? അവരകത്തുണ്ട്. ഇതൊരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്. ഇത് വെച്ച കമ്പ്യൂട്ടറിൽ ചെയ്ത അതെന്തായിരുന്നടാ? റീസെന്റ് ആക്ടിവിറ്റി. അത് തന്നെ. അതെന്താണെന്ന് അറിയാൻ പറ്റുമോ? Oh, sure, sir. That can be done. I think this has a Windows operating system, and Windows keeps track of every recent activities. മലയാളം നമ്മുടെ മാതൃഭാഷ. ഇതൊരു മലയാളം മേധാവിയാണെന്ന് തോന്നുന്നു. മിസ്റ്റർ ജനാർദ്ദൻ, യു ടേക്ക് ഇറ്റ് ഫോർവേഡ്. തീർച്ചയായിട്ടും മിസ്റ്റർ ജെയിൻ. Yeah. കാണാൻ ഇതിന്റെ പുറത്തുള്ള സാധനം വിൻഡോസ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് ഒന്ന് നിർത്തണം. എനിക്കറിയാൻ പറ്റുമോ ഇല്ലയോ? അറിയാൻ പറ്റും സർ. ഇതില് റീസെന്റ് ആക്ടിവിറ്റീസ്. അത് തന്നെ. അതില് എന്റെ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. Sure, sir. We'll get the information in 10 minutes. തീർച്ചയായിട്ടും സർ. 10 മിനിറ്റ് കൊണ്ട് വിവരം നിങ്ങളെ